തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ, മുൻ MLA, 30 വർഷത്തിലധികം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. ഈ നിമിഷം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്മകുമാറിന്റെ അയ്യന്റെ സ്വർണം കവർന്ന കേസിൽ. ദൈവതുല്യരുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് പത്മകുമാർ ഇന്ന് മറുപടി പറഞ്ഞില്ല. ദൈവതുല്യരുടെ പേരൊക്കെ പറയോ? ദൈവതുല്യരായി കാണുന്നവരുടെ പേരിനി പറയോ? ആ പേര് പറയോ? ദൈവതുല്യരുടെ പേര് പറയുമോ? സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ നിർണായക മൊഴിയും SIT രേഖപ്പെടുത്തി. കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരാണ് SIT ഓഫീസിലെത്തി മൊഴി നൽകിയത്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരം എന്നാണ് തന്ത്രിമാർ മൊഴി നൽകിയത്. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിയുടെ ചുമതലയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്നും തന്ത്രിമാർ SITക്ക് മൊഴി നൽകി. SITയെ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയനാണ്. അല്ല, നമുക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കുമോ? ഞാനല്ല കൊണ്ടുവന്ന് അത് വേറെ, അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. സ്വാമി ശരണം. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഇനി കുറച്ച് ദിവസം മാത്രമേ SITക്ക് മുന്നിൽ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാക്കിയുള്ളൂ. കുറച്ച് മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നിൽക്കുമ്പോൾ ഇന്ന് വളരെ തന്ത്രപ്രധാനമായ ഒരു ദിവസമാണ്. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലാണ്. ഇതുവരെ അറസ്റ്റിലായ ആളുകൾ പറഞ്ഞാണ് പത്മകുമാറിലേക്ക് ഇപ്പോൾ SIT എത്തി നിൽക്കുന്നത്. ഇനി പത്മകുമാർ ആരുടെയെങ്കിലും പേര് പറയുമോ? ആരാണ് ആ ദൈവതുല്യർ? അതാണ് ഇനി അറിയേണ്ടത്. ആര്യ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന, ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്ന പ്രധാന പ്രതിയെന്ന് SIT വിശ്വസിക്കുന്ന എ പത്മകുമാർ ചോദ്യമുനയിലാണ്. ഇഞ്ചക്കലിലെ SITയുടെ ഓഫീസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം മാത്രമേ ഉള്ളൂ ഈ ചോദ്യം ചെയ്യലിന്. ആ ചോദ്യം ചെയ്യലിനിടെ ഇതുവരെ ലഭിച്ച തെളിവുകൾ, അതിനൊപ്പം തന്നെ മൊഴികൾ, പത്മകുമാറിന് എന്താണ് പറയാനുള്ളത്, ഇതിൻ്റെ എല്ലാം വെരിഫിക്കേഷനും ഒക്കെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുപ്രധാനമായ ഒരു മണിക്കൂറുകളിൽ കൂടെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT കടന്നു പോകുന്നത്. മാത്രമല്ല, പത്മകുമാറിന് ഇനി എന്താണ് പറയാനുള്ളത്? തനിക്ക് ഈ നിർദ്ദേശം നൽകിയ ആരെങ്കിലും വ്യക്തികളുണ്ടോ? അത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവതുല്യരായിട്ടുള്ള മറ്റാരെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളുണ്ടോ? അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് പത്മകുമാർ ഇനി മൊഴി നൽകിയാൽ പോലും അതിന് കൃത്യമായ തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. തെളിവില്ലാത്ത വെറും ആരോപണമാണെങ്കിൽ അത് ആരോപണമായി നിലനിൽക്കുകയും കേസ് പത്മകുമാറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയവരിലേക്ക് വഴിമാറുകയും ചെയ്യും. ഇപ്പോൾ തന്നെ അവിടെ എത്തിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഒരു രീതി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏതാണ്ട് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇനി ആര്യ സൂചിപ്പിച്ചതുപോലെ ഇനി ഏതാണ്ട് ദിവസങ്ങൾ, കാരണം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് ഫയൽ ചെയ്യണം ഹൈക്കോടതിയിൽ. അതിനൊപ്പം തന്നെ നേരത്തെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ കാലാവധി കൂട്ടിച്ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കോടതിയിൽ സമർപ്പിക്കേണ്ട, അതുപോലെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഘട്ടം കൂടിയാണ്. അപ്പോൾ പത്മകുമാറിന് അപ്പുറം മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ സമയമെടുത്ത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാകും. കാരണം പത്മകുമാറിന് മുകളിൽ ആളുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വലിയ ഒരു നിലവാരത്തിലുള്ള, അല്ലെങ്കിൽ വലിയ ഹോംവർക്കുകളോടെ അന്വേഷണത്തിലേക്ക് പോകേണ്ട ഒരു ഘട്ടം തന്നെയാകും അത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ്. മാത്രമല്ല, തന്ത്രിമാരുടെ മൊഴി അവർ നൽകി കഴിഞ്ഞു. അത് പത്മകുമാറിനെ എതിരാണ്. കാരണം ദേവസ്വം ബോർഡാണെല്ലാം തീരുമാനിക്കുന്നത്, ഞങ്ങളല്ല. ദേവസ്വം ബോർഡ് പറഞ്ഞതനുസരിച്ചിട്ടാണ് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ്. ഇനി പത്മകുമാറിന്റെ മൊഴിയിൽ അങ്ങനെയല്ല എന്നുള്ള ഏതെങ്കിലും തെളിവ് സഹിതമുള്ള മൊഴി വരികയാണെങ്കിൽ വീണ്ടും തന്ത്രിമാർ ചോദ്യമുനയിലേക്ക് വരിക തന്നെ ചെയ്യും. ആര്യ, അനന്തൻ, 2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മുരാരി ബാബുവിന് ജാമ്യമില്ല. മറ്റൊന്ന്, അറസ്റ്റിലായ N വാസുവിനെ വിലങ്ങണിയിച്ചതിൽ തുടർ നടപടി ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ വാസുവിന്റെ വിലങ്ങ് അത് അന്ന് തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് തുടർ നടപടിയില്ല? എന്താണ് അതിൽ അവസാനം എത്തിയിരിക്കുന്ന ഒരു തീരുമാനം?
ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എൻ വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, ദേവസ്വം കമ്മീഷണറാണ്. അതിലുപരി CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. മാത്രമല്ല വിവിധ ഘടകങ്ങളിൽ ചുമതല വഹിച്ചിരുന്ന ആളാണ്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ CPM നേതാക്കൾക്കൊക്കെ വളരെ പരിചിതമുള്ള, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കടക്കം അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് എൻ വാസു. അങ്ങനെയുള്ള എൻ വാസുവിനെയാണ് ഒരു കള്ളനെയോ അല്ലെങ്കിൽ ഒരു സാധാരണ ക്രിമിനലിനെയൊക്കെ പോലെ പോലീസ് കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോയത്. അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ളയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊള്ളക്കേസിലെ പ്രതിയാണ് എൻ വാസു ഇപ്പോൾ. അങ്ങനെയുള്ള വാസുവിനെയാണ് പോലീസുകാർ കൈവിലങ്ങ് വെച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ആ ദൃശ്യങ്ങൾ മാതൃഭൂമിയിലൂടെ പുറത്തു വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടും CPM-നകത്ത് അദ്ദേഹത്തിനൊപ്പമുള്ള അദ്ദേഹത്തിന് സൗഹൃദമുള്ള വ്യക്തികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി കാണും. അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും പോലീസിലും ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ടാകും പോലീസിൽ ഒരു അന്വേഷണമൊക്കെ നടന്നത്. അപ്പോൾ ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയുള്ള റിപ്പോർട്ടായിരുന്നു മുകളിലേക്ക് വന്നത്, പ്രത്യേകിച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് വന്നത്. ആ കൊണ്ടുപോയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായത് ഫോളോ അപ്പ് ചെയ്യുകയും ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ പോലീസുകാരുടെ മൊഴി ഇന്നിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞത് ജയിൽ വകുപ്പിൻ്റെ തീരുമാനമായിരുന്നു. ഞങ്ങൾ വാസുവിനോട് ചോദിച്ചു വിലങ്ങ് വെക്കട്ടെ എന്ന്. അങ്ങനെ വെക്കാൻ അദ്ദേഹം അനുമതി നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുപോയതെന്നാണ് അവരുടെ മൊഴി. അതിലപ്പുറം ഇതിനെ എതിർക്കുന്ന വിഭാഗം വാദിച്ചത് ഇത് പുതിയ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം സെക്ഷൻ 43 പ്രകാരം അങ്ങനെ വെക്കേണ്ടതില്ല, അതിൽ ഒഴിവാക്കാം വാസുവിനെ എന്നുള്ളതായിരുന്നു അവരുടെ വാദം. പക്ഷേ ഇതെല്ലാം വന്നപ്പോൾ ഒരു നടപടിയിലേക്ക് എത്തും എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് വാസുവിനെ വിലങ്ങ് വെച്ച പോലീസുകാർക്കെതിരെ ഈ ഘട്ടത്തിൽ നടപടിയെടുത്താൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും, വേറൊരു വഴിക്കുള്ള ചർച്ചയ്ക്ക് അത് വഴിയൊരുക്കും, പ്രതികൾക്കൊപ്പമാണ് സർക്കാരും പാർട്ടിയും പോലീസും എന്നൊക്കെയുള്ളൊരു ഫീൽ ഉണ്ടാക്കും എന്നുള്ളൊരു അഭിപ്രായം കൂടി വന്നതുകൊണ്ടാണ് പോലീസുകാർക്കെതിരെ നടപടിയില്ലാതെ പോയതെന്നാണ് നമുക്ക് അനൗദ്യോഗികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വിവരങ്ങൾ നൽകിയത്.